എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഫിഷ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീട്ടിൽ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് സ്മൂത്താക്കി കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ കുഴച്ച് പരത്തിയെടുക്കുക. നല്ല കട്ടിക്ക് വേണം പരത്താൻ, അധികം തിന്നായി പോവാതെ നല്ല തിക്കിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി നമുക്ക് വേണ്ടത് മീനാണ്. ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ 3 പീസ് മീനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളവും ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഞാൻ എടുത്തത് തിണ്ട മീനാണ്. ഇതുപോലുള്ള ദശകട്ടിയുള്ള മീൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അതൊന്ന് മൂടി വെക്കുക. അപ്പോഴേക്കും നമുക്ക് അതിന് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഇനി വേണ്ടത് സവാളയാണ്. 2 സവാള ചെറുതായി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് വഴറ്റിയെടുക്കുക. മീൻ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ. ഇനി അപ്പോഴേക്കും നമ്മുടെ മീൻ അവിടെ വെന്തിട്ടുണ്ടാവും. അതൊന്ന് മാറ്റി കൊടുക്കണം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കുക. അത് തണയുമ്പോഴേക്കും നമുക്ക് ഈ സവാളയിലേക്ക് ഇനി വേണ്ടത് ക്യാപ്സിക്കാണ്. ഒരു ക്യാപ്സിക്കം ചെറുതായി കൊത്തിയരിഞ്ഞതിട്ട് അത് ഒന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി ഇവയെല്ലാം ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് 2 തരം സോസാണ്. സോയാ സോസും ടൊമാറ്റോ സോസും. ഇതൊരു ചൈനീസ് സ്നാക്സാണ്. ചൈനീസ് ഫിഷ് ഫ്രൈ ആണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. വെളുത്തുള്ളി, ഇഞ്ചി, ഇത്തരം സാധനങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. ഞാനിവിടെ 3 ചെറിയ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി നേരത്തെ വേവിച്ച് വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മുള്ളൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഉടഞ്ഞു പോകരുത്. ക്രഷ് ചെയ്തെടുക്കാനും പാടില്ല. ചെറിയ ചെറിയ കട്ടകളായിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാൻ. അതാ ചെറിയ ചെറിയ പീസ് വേണം, കടിക്കാൻ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഉടഞ്ഞു പോകരുതെന്ന് പറഞ്ഞത്. ഇനി ശ്രദ്ധിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം തീ ഓഫ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഫില്ലിങ്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ സ്നാക്സിനും നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ നേരത്തെ പരത്തി വെച്ച ഈ ചപ്പാത്തി എടുത്ത് ഇതുപോലെ ഒരു പലകൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. റൗണ്ടിൽ വേണം പരത്തിയെടുക്കാൻ. അത്യാവശ്യം തിക്നെസ്സിൽ വേണം പരത്താൻ. കണ്ടില്ലേ ഇതിൻ്റെ തിക്നെസ്.
നേരിയതാവുമ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. ഇനി അതിൻ്റെ നടുവിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക, നീളത്തിലിട്ട് കൊടുക്കുക, നടുവിലായിട്ട്. ഇതുപോലെ നടുവിൽ ഇട്ട് കൊടുക്കുക. ഇനി ബാക്കി വരുന്ന ഭാഗം ഒന്ന് കീറി കൊടുക്കണം. താഴേക്ക് കീറി കൊടുക്കുക. ഒരു കത്തി എടുത്തിട്ട് താഴേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരേ വീതിയിൽ വേണം കട്ട് ചെയ്യാൻ. അങ്ങനെ അത് മുഴുവനും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ കീറിയ കഷ്ണങ്ങൾ ഫില്ലിങ്ങിന് മുകളിലൂടെ പായ് നെയ്യുന്നത് പോലെ ഇടവിട്ട് ഓരോ പീസും വെച്ച് കൊടുക്കുക. ഫില്ലിങ് തീരെ പുറത്ത് കാണാൻ പറ്റില്ല, അത് മുഴുവൻ മൂടിക്കിടക്കണം. ഇതുപോലെ ഒരു ഫിഷിൻ്റെ ആകൃതിയിൽ ഇതുപോലെ ചെയ്തെടുക്കുക. മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കുക. കിട്ടാത്ത ഭാഗമൊക്കെ കത്തിയെടുത്ത് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ ചെയ്യാം. പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കാണുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ ഫില്ലിംഗ് ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ, വളരെ ഇൻഗ്രീഡിയൻറ്റ് വളരെ കുറച്ചായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫില്ലിങ്ങും ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ കഴിക്കാനാണെങ്കിൽ വളരെ ടേസ്റ്റുമാണ്. നമുക്കൊരു ഫംഗ്ഷനോ കാര്യമൊക്കെ ഉള്ളപ്പോൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റിയൊരു സ്നാക്സാണിത്. ഇതുപോലെ മുഴുവനും ചെയ്തെടുക്കുക. ഇനി എനിക്ക് പറ്റിയ ഒരു അബദ്ധം പറയാം. അടിയിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ പൊടി ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എടുക്കുമ്പോൾ അടിയിൽ പിടിച്ചുപോയി, പറ്റിപ്പോയി. അപ്പോൾ ഞാൻ വേറെ ഒന്നുണ്ടാക്കിയതാണ്. ഇത് എനിക്ക് ഫ്രൈ ചെയ്തപ്പം നന്നായിട്ട് കിട്ടിയിട്ടില്ല. മറ്റൊന്നുണ്ടാക്കിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അടിയിൽ കുറച്ച് പൊടി തൂവിയിട്ട് വേണം, അതിൻ്റെ മുകളിൽ വേണം ഈ ചപ്പാത്തി വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ പലകൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചു പോകും. ഇതിൻ്റെ വാലാണത് ലാസ്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഐഡിയ പ്രകാരം ഇതുപോലെ ചെയ്തെടുക്കുക. നമ്മുടെ ഫിഷിൻ്റെ വാല് എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ ചെയ്തെടുക്കുക. ഫില്ലിങ് പുറത്ത് കാണുന്ന ഭാഗമൊക്കെ ഒന്ന് വലിച്ചു നീട്ടി അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. മൈദ വലിച്ചു നീട്ടി അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് ഒരു കണ്ണ് വെക്കണം. അത് ഞാൻ ഇതുപോലെ ഒരു ഗ്രാമ്പൂ എടുത്തിട്ടാണ് അതിൻ്റെ മുകളിൽ ചെറിയൊരു പീസ് മൈദ വെച്ച് അതിൻ്റെ ഉള്ളിൽ ഗ്രാമ്പൂ വെച്ചാണ് കണ്ണ് വെച്ച് കൊടുത്തത്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ മറ്റേ ഭാഗം തിരിച്ചിട്ട് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മുടെ ചൈനീസ് ഫിഷ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ളൊരു സ്നാക്സാണിത്. ഇതിൻ്റെ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.